കുട്ടിമാരെ, നമുക്കേ ഇതെന്നറിയാവോ? കണ്ടപ്പോൾ ഞാൻ പറയാതെ അറിയാം. ഞണ്ട് കണ്ടോ, വലിയ ഞണ്ട് കേട്ടോ. പപ്പ മേടിച്ചിട്ട് വന്നിട്ട് 3-4 ദിവസമായി ഫ്രിഡ്ജിലിരുന്ന്. മോളിന്ന് വരുന്നോണ്ട് അപ്പം ഞാൻ മോളോട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം. ചെറിയ കാലുകളൊക്കെ ഇതിനകത്ത് കൂട്ടിടാം. ആദ്യം കാലുകളെ അങ്ങ് അടത്തിയിടാം, അതല്ലേ സൗകര്യം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകും. ഞാൻ ചെയ്യുന്നതാണ്, എല്ലാവരും ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, പപ്പയുള്ളപ്പോൾ പപ്പയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പപ്പ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ. അതാണ് സത്യം. അപ്പം ഞാൻ ഇതെല്ലാം ഇളക്കിയിട്ട് ഇത് മറ്റേതിൻ്റെ തോടെടുക്കാം, അന്നേരം കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിനെ എല്ലാം ഒന്നിങ്ങനെ ആക്കിയിട്ടെ. അപ്പം ശരി, നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ഒരുപാട് നാളായി നമ്മൾ ക്രാബ് മേടിച്ചിട്ട്. ഇത് പപ്പ എവിടെ പോയപ്പോൾ കണ്ടത്, അങ്ങനെ മേടിച്ചത്. പണ്ട് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനൊക്കെ പപ്പ വല്ലപ്പോഴും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ ആയി, ഇപ്പം നമ്മൾ പെൻഷനൊക്കെ ആയി. അപ്പം ഇനി ഇതെല്ലാം ഞാൻ ആക്കിയതിന് ശേഷം ഇത് പൊളിക്കാതെ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് അതിൻ്റെ കാലൊക്കെ ഞാൻ പിച്ചിക്കളഞ്ഞതിന് ശേഷം ഇതിനെ ശരിയാക്കാൻ പോവുകയാണ്. ഇതിനെയൊക്കെ അങ്ങ് എടുത്തുകളെ. ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ, അറിയാവുന്നവരുണ്ടെങ്കിൽ. എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് മാത്രം അറിയില്ലായിരിക്കും, അതാ സത്യം. കണ്ട, ഇതെന്താ അതിൻ്റെ പനിഞ്ഞിലാണോ? അതെ. പനിഞ്ഞില മുട്ട. ഇങ്ങനെയല്ലേ എടുക്കുന്നത് ശരിയല്ലേ? ഇതെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. അപ്പം ഇങ്ങനെയൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്ക് ഇത്രയും ഇത് കിട്ടി. അപ്പം നമുക്ക് ഇനി കറി വെക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ അതിൻ്റെ കാലൊക്കെ ഇതേവണ്ണമൊക്കെ കട്ട് ചെയ്തിട്ട് ആദ്യം ഇതൊരു സവാളയും അരിഞ്ഞിട്ട് അടപ്പ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. സവാളയും കൂടെ അരിഞ്ഞിട്ട്, എന്നിട്ട് അരപ്പിടാറാവുമ്പോഴാണ് ഞാൻ ആ ഫ്ലഷ്. അരപ്പിടാറാവുമ്പോഴല്ല, ഇത് ഇച്ചിരി നന്നായിട്ട്, കാരണം ഇതിനകത്ത് ഷെല്ലുണ്ട്, പിന്നെ ഇതിൻ്റെ കാലിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് കേട്ടോ. തോരനാണ് ഞാൻ വെക്കുന്നത്. ഒരു സവാള അതിൻ്റെ കൊണ്ട് അരിഞ്ഞിട്ട് വേണം. ഞാൻ വയ്ക്കുന്ന രീതിയാണേ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പ് ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അടത്തി വെക്കണം. ഓക്കെ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമ്മുടെ ഇതില്ലേ, നമ്മൾ എടുത്ത് വെച്ച്
ഞണ്ടിനകത്ത് വെച്ചിട്ടുള്ളത്, ക്രാബിനകത്തുള്ളത് അതിട്ട് കൊടുക്കും. എന്നിട്ട് അത് ആകുമ്പോഴാണ് തോരന് ചതച്ചം കിട്ടുന്നത്. ഇപ്പം ഞാൻ ഇത് അടപ്പ് വെക്കാൻ പോവാണേ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചാണ് വെക്കുന്നത്. ഇതൊന്ന് വേഗം വേണ്ടി മാത്രം. അപ്പോൾ ഇത് ഗ്യാസ് വെക്കുവാണേ, അടുപ്പി വെക്കാൻ പോവാണ്. നമ്മുടെ ക്രാബിന് എന്തൊക്കെയാണ് ചതയ്ക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഒരു റിവേഴ്സ് അടിയാണ്. 2 ചുമന്നുള്ളി കേട്ടോ, തേങ്ങ. ഇതെന്താണെന്നറിയാമോ? മസാലപ്പൊടിയാണേ. ചുക്കുപൊടി, പെപ്പർ പൗഡർ, മുളക് പൊടി, ശരി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇനി ഒരു സ്വല്പം ഉപ്പും കൂടെ, ഈ അരപ്പിനുള്ള ഉപ്പ് മതി. ഇനി ഇത് മിക്സിയിൽ ഒരു റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചതഞ്ഞാൽ മാത്രം മതി. ഇതെല്ലാം ഒന്ന് മിക്സ് ആകണം. അതിനുവേണ്ടി മിക്സിയിൽ അടിക്കുന്നു. നമുക്ക് ഇതെന്നാണെന്നറിയാവോ? ഇതില്ലേ, ഇതിന് നമുക്ക് ഇനി അത് ഇട്ട് കൊടുക്കാം. തിളയ്ക്കാൻ വെച്ചിട്ടില്ലായിരുന്നു ആ കാല്, അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അത് അതിലിട്ട് കൊടുക്കാം. കണ്ടോ, ഇട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. കണ്ടോ, അത് കിടന്നാവട്ടെ. ചെറിയ തീയിലാണ് വെച്ചേക്കണ്ട. നമുക്കിനി നമ്മുടെ അരപ്പ് നമുക്കിനി ഇത് അരച്ചിട്ട് വരാം. ഓക്കെ. കണ്ടോ, ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, മറന്നുപോയി പറയാനായിട്ട്. വെളുത്തുള്ളി ഉണ്ടേ, വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതാണ്. ഇനി അതിൽ വെള്ളം വറ്റുമ്പോഴാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു സ്വല്പം വെള്ളം ഇരിക്കണം, എല്ലാം കംപ്ലീറ്റ് വെള്ളം വറ്റരുത്. അതിന് വിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ക്രാബ് എന്തായെന്ന് നോക്കാം. ഇത്ര വെള്ളം വറ്റിയാൽ മതി. ഇനി നമുക്ക് ഇത്തിരി വെള്ളം അതേ വേണം, കാരണം ഇതിനകത്തല്ലേ നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ടില്ലല്ലോ, അരപ്പിനകത്തല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇട്ടതിന് ശേഷം കാണിക്കാവേ. കണ്ടോ, ഇട്ടതിന് ശേഷം അതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം ഈ അരപ്പ് ഇതിനകത്തെല്ലാം പറ്റി വേണമല്ലോ. ഇതിനകത്തല്ലേ മുളകും നമ്മളിതിനകത്തുള്ള അരപ്പുകളെല്ലാം ചേർത്തേക്കുന്നത് ഇതിനകത്തല്ലേ. ഇത് ചെറിയ തീ ഒരിച്ചിരി നേരം അടിക്കട്ടെ, ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേണേ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചില്ല. നമ്മുടെ ക്രാബ് എന്തായെന്ന് നോക്കാം. ക്രാബ് തോരൻ ആയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം വേണോ അതിൽ? ചട്ടി ആയതുകൊണ്ടേ ഇതിനകത്തൊരു സ്വല്പം വെള്ളം വേണം. ഈ ചട്ടി തന്നെ അത് പിടിക്കും. നോക്കട്ടെ, ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. അടിപൊളി. ഇനി ഒരു കാര്യം, നമുക്കിനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. നമുക്ക് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്, നമ്മൾ എണ്ണ കടുവറുത്തതൊന്നും അല്ലല്ലോ. ഒരു 2 മിനിറ്റ് തീരിക്കട്ടോ. അത് ഇച്ചിരി വെള്ളമുണ്ട്. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇത്രയും വെള്ളം, ഒരു ഇച്ചിരി ഒരു മയം വേണം ഇതിനകത്ത് കേട്ടോ. എന്താ നമ്മുടെ ക്രാബ് കാലൊക്കെ ഉണ്ട്. ഞാൻ കാലൊക്കെ ഇട്ടിട്ടുണ്ടോ, കുറിഞ്ചാനായിട്ടുള്ള കാലൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ക്രാബ് തോരൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെഴുക്കുമല്ലോ നമ്മുടെ ഇതെന്താന്ന് പുരട്ടി വെച്ചാലും നല്ലതാണ്. തോരനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, ആ മസാലയുടെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.